വേദിയിരിക്കുന്ന വിശുദ്ധരുടെ പ്രിയപ്പെട്ട ആത്മബന്ധുക്കളെ, സാധാരണ അവസാനമാണ് സംസാരിക്കാറുള്ളത്. സ്വാമി ആദ്യം തന്നെ സംസാരിക്കാൻ പറഞ്ഞത് പറഞ്ഞൊരു ചെറിയ ഒരു താല്പര്യമില്ല. ഒരുപാട് പുതിയ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ സ്വാമി പിന്നീട് സംസാരിക്കും. എനിക്ക് ആദ്യമായി പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാലയത്തിലേക്കാണ്. പ്രാർത്ഥനാലയം അടുത്ത വർഷം അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. 2027 ജനുവരി ആകുമ്പോഴത്തേക്കും പൂർത്തീകരിച്ച് അത് ഗുരുവിന് സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടും ഗുരുവിൻ്റെ കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥനാലയത്തിൻ്റെ മെയിൻ സ്ലാബിൻ്റെ വാർപ്പ് നടക്കുന്ന സമയത്ത് അങ്ങനെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൻ്റെ സ്ലാബ് ചെയ്യുവാൻ ഓരോ ആത്മബന്ധുക്കളും ഒരു ചാർജ് സിമെന്റോ അല്ലെങ്കിൽ അവരെ കൊണ്ട് കഴിയുന്ന തരത്തിൽ അതിൽ പങ്കാളികളാവണം എന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടു. അതുപോലെ തന്നെ നമ്മൾ മീറ്റിംഗിൽ പറയുകയും ചെയ്തു. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഈ ഇരിക്കുന്ന അമ്മമാരിൽ പലരും ഭാരതീയ അമ്മ സന്ധ്യം അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചത് ഒരു ചാക്കിൻ്റെ സിമെന്റിൻ്റെ പൈസ തരാൻ പറ്റുമെങ്കിൽ അതിൽ കുറച്ച് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ 1 രൂപയാണെങ്കിൽ ആ ഒരു കർമ്മത്തിൽ സമർപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പക്ഷെ അവർ ഞാൻ ചിന്തിച്ചേക്കാൾ വളരെ വലിയ രീതിയിലാണ് ചിന്തിച്ചത്. അങ്ങനെ ആ പ്രാർത്ഥനാലയത്തിൻ്റെ സ്ലാബ് ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും ഒഴിവാകാതെ, ഒരുപക്ഷെ നമ്മുടെ വിശ്വാസികൾ ഒരാൾ പോലും ഒരു കുടുംബം പോലും ഒഴിവാകാതെ എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് സമർപ്പണം സിമെൻ്റായിട്ടും കുഴിയായിട്ടും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ പൂർത്തിയായി. അതുപോലെ തന്നെ മാർബിളിൻ്റെ വർക്കാണ്. അപ്പോൾ മാർബിളിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് പലരും പൈസ ഞാൻ സമർപ്പിച്ചോളാം, പൈസ ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് നമ്മൾ സ്ലാബ് ചെയ്തതുപോലെ തന്നെ എല്ലാവരുടെയും 1 രൂപയാണെങ്കിൽ 1 രൂപ ആ മാർബിളിൽ ഉണ്ടാവണം എന്നാണ്. ഒരുപക്ഷെ നമ്മൾ എടുക്കുമ്പോഴത്തെ ആൾക്കാർ വിചാരിച്ചാൽ മാർബിൾ മുഴുവനായിട്ട് വാങ്ങി ചെയ്യാൻ പറ്റിയത് ഞാൻ വിചാരിച്ചാൽ നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സ്ലാബിന് ചെയ്തതുപോലെ 1 രൂപയാണെങ്കിൽ 1 രൂപ നിർബന്ധമായും കൊടുക്കണം. ഞാനത് കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ ആരും കണ്ടോന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാരണം അറിയാം. ഒരു പ്രാർത്ഥന എടുക്കുമ്പോൾ പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരിക്കലും ഗുരു അനുവദിച്ചിട്ടില്ല. കാരണം ഇത് നാളെ എല്ലാവരുടെയുമായി നിൽക്കേണ്ട പ്രാർത്ഥനയാണ്, ഒരാളുടെ മാത്രമേ നിൽക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് മാർബിൾ എടുക്കാൻ വേണ്ടി നമ്മൾ ഗുരുവിനോട് അനുവാദം ചോദിച്ചു. അപ്പോൾ ഗുരു അതിന് അനുവാദം തന്നിട്ടുണ്ട്. ചൈതന്യസ്വാമിയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. ചൈതന്യസ്വാമിയും അതുപോലെ മാർബിളിനെ പറ്റി അറിയുന്ന അതിലൊരു പണിക്കാരനും ജോലി ചെയ്യുന്ന ആൾ, പിന്നെ അതുപോലെ ഇവിടെ നിന്നൊരാൾ പോകണം, ഇവിടെ നിന്ന് രജീഷ്, അങ്ങനെ 3 പേരാണ് അത് പോകുന്നത്. അത് അടുത്ത ആഴ്ച തന്നെ അത് പോകും. കാരണം സ്വാമിക്ക് 5-ാം തീയതി 6-ാം തീയതി വരെ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ അതിന് മുമ്പായി മാർബിളിൻ്റെ പ്രാർത്ഥനാലയത്തിൻ്റെ മാർബിളിൻ്റെ സമർപ്പണം നിങ്ങൾ ഓരോരുത്തരും കഴിയുന്നതിനനുസരിച്ച് ചെയ്യാം. അതിൻ്റെ റെസീറ്റുകൾ തരും. അതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. പിന്നെ ഇന്ന് ഞാൻ ഒരു 2-3 വിഷയം സംസാരിച്ചില്ല. ഒരു കുറേ കണ്ടിട്ട്
പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട്. അപ്പൊ അതില് ദൈവത്തെ നമ്മൾക്ക് കിട്ടണമെങ്കിൽ ദൈവത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ എളുപ്പ വഴി എന്താണ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയാൻ പറ്റുന്നത്, പക്ഷെ വഴി എളുപ്പമാണോ അല്ലോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു 6 വഴികളെ പറ്റി ആ സ്വാമി പറഞ്ഞു. ഞാൻ കൂടുതൽ വിശദീകരിക്കില്ല, പെട്ടെന്ന് പറയാം. അതിൽ ഒന്നാമത്തത്, ഇതിവിടെ പലപ്പോഴും സ്വാമി പല മീറ്റിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അത് മറ്റൊരു രീതിയിൽ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് ആദ്യം അദ്ദേഹം പറയുന്നത് ആനുകൂല്യ സങ്കല്പ എന്നാണ്. പറഞ്ഞാൽ ദൈവത്തിന്റെ ഇച്ഛക്കനുസരിച്ച് അനുകൂലമായി നമ്മൾ സങ്കല്പിക്കണം. അത് പറഞ്ഞുതരാം. രണ്ടാമത് പറയുന്നത് പ്രാതികൂല്യ വർജനം. അതായത് ദൈവത്തിന്റെ ഇച്ഛക്കനുസരിച്ച് അതിനെതിരായിട്ട് പ്രവർത്തിക്കാനോ ചിന്തിക്കാനോ പാടില്ല. ഉദാഹരണത്തിന് ആനുകൂല്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഭക്തമീര. ഭക്തമീര ചില സമയത്ത് കരയും, ചില സമയത്ത് ചിരിക്കും, ഒക്കെ ശരിയായിരുന്നു. അപ്പൊ അത് അവരോട് ചോദിച്ചപ്പോൾ അവരെ പറഞ്ഞത്, എൻ്റെ ശ്രീകൃഷ്ണൻ ഞാൻ ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അപ്പോൾ ഞാൻ ചിരിക്കുന്നു. എൻ്റെ ഭഗവാൻ ഞാൻ കരയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കരയും. അത്രയേ ഉള്ളൂ. അതിൽ വേറെ ഞാൻ എൻ്റേതായിട്ടൊന്നും ചെയ്യുന്നില്ല അവർ പറഞ്ഞു. അപ്പൊ അതാണ് ആനുകൂല്യ സങ്കല്പം. രണ്ടാമത് പ്രാതികൂല്യ വർജനം. ദൈവത്തിന്റെ ഇച്ഛയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കാതിരിക്കണം. അപ്പൊ അതെങ്ങനെ മനസ്സിലാവും? ഇത് രണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്, അതെ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, കാരണം ദൈവത്തിന്റെ ഇച്ഛ എന്താണെന്ന് അവരിങ്ങനെ അറിയാം. പക്ഷെ നമുക്കറിയാം ദൈവത്തിന്റെ ഇച്ഛ എന്താണ്. എങ്ങനെയാണ്? ഒരുപാട് ചോദിച്ചാൽ മതിയല്ലോ, ശിഷ്യപൂജ ചോദിച്ചാൽ പോലെ. പക്ഷെ ശിഷ്യപൂജ പറയുന്നതിന് പലരും എതിരായിട്ടാണ് പ്രവർത്തിക്കുക. അതാണ് കുഴപ്പം. അതേ സമയം പലപ്പോഴും നമുക്ക് ഗുരുവിന്റെ വാക്കുകളെ പൂർണ്ണമായും പ്രവർത്തിച്ചു ഒതുക്കുവാൻ കഴിയാത്തതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പൊ ഗുരുവിന് രണ്ടുപേരാണ് തടസ്സം. അതിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞു. ഇപ്പൊ ഗുരുവിന്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്ക് പൂർണ്ണമായും അനുസരിക്കുക. അപ്പൊ നമ്മൾ പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതിന് സ്വാമി പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന് ജാതി, ഒന്ന് മതം തടസ്സമാണ്. ഏതായാലും അദ്ദേഹം പറഞ്ഞ ഈ 2 കാര്യങ്ങൾ, അതായത് ദൈവത്തിന്റെ ഇച്ഛക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക, ഇച്ഛക്ക് എതിരായി പ്രവർത്തിക്കാതിരിക്കുക. ഇത് 2. മൂന്നാമത്തത് പൂർണ്ണമായും ദൈവത്തെ വിശ്വസിക്കുക. ഇപ്പൊ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഒരു കഥ പറയാം, ചെറിയ കഥ. അതായത് ഒരിക്കൽ ഒരു ഭയങ്കരമായ വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് വെള്ളം കയറി വരുന്നു. അപ്പോൾ അവിടെ ഒരു വളരെ ഭക്തനായിട്ടുള്ള ഒരാളുണ്ട്. അയാൾ ഭയങ്കര ഭക്തനാണ്, ദൈവത്തിന് ഭയങ്കര ഭക്തനാണ്. അപ്പോൾ വെള്ളം കയറി വന്നപ്പോൾ അയാൾ മുറ്റത്തേക്ക് വെള്ളം കയറി. അപ്പോൾ അദ്ദേഹത്തോട് പഞ്ചായത്തിലെ മെമ്പർമാരും നാട്ടുകാരും പറഞ്ഞു, നിങ്ങൾ വീട് മാറണം, ഗവൺമെന്റിന്റെ ഓർഡറിന്റെ വീട് മാറണം. അപ്പോൾ ഞാൻ പോയി പറഞ്ഞില്ല, എന്നെ ദൈവം രക്ഷിച്ചോളൂ, കാരണം ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അവര് തിരിച്ചുപോയി. വീണ്ടും മഴയും കാറ്റും തുടർന്നു. വെള്ളം അകത്തേക്ക് കയറി. അകത്ത് കയറിയപ്പോൾ അയാൾ 2ാമത്തെ നിലയിലേക്ക് കയറി. അപ്പോൾ വഞ്ചിയെ കൊണ്ടുപോയി ആൾക്കാർ നിങ്ങൾ ഉടനെ മാറണം, മാറിയില്ലെങ്കിൽ അപകടം വരും. അയാൾ പറഞ്ഞില്ല, ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ രക്ഷിച്ചുകൊള്ളും, നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കേണ്ടതില്ല. അത് കഴിഞ്ഞ് വീണ്ടും വന്നപ്പോൾ വീണ്ടും വെള്ളം കയറി. അയാളുടെ മുകളിലത്തെ നിലയിൽ വെള്ളം കയറി. അയാൾ മേൽക്കൂരയിൽ കയറി വന്നു. അപ്പോഴേ ഇവർ പറഞ്ഞു, അദ്ദേഹത്തെ രക്ഷിക്കണം. ഹെലികോപ്റ്റർ, എയർ ലിഫ്റ്റിങ്ങിന് വേണ്ടി ഹെലികോപ്റ്റർ വന്നു. നിങ്ങൾ കയറുന്നു. ഞാൻ കയറില്ല, കാരണം എന്നെ ദൈവം രക്ഷിച്ചുകൊള്ളുന്നു. അവസാനം അയാൾ
കയറി വീട് പഴിഞ്ഞ് വീണ് മരിച്ചു, മുങ്ങി മരിച്ചു. മരിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ദൈവത്തോട് അദ്ദേഹം ചോദിച്ചു, ദൈവമേ അങ്ങ് എന്ത് പണിയാണ് കാണിച്ചത്? ഞാൻ ഇത്രയും വിശ്വസിച്ചിട്ട് അങ്ങ് എന്നെ രക്ഷിച്ചില്ലല്ലോ, വളരെ വലിയ ശക്തിയായി പോയിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്നെ രക്ഷിക്കാൻ 3 പേരെ ഞാൻ 3 ഘട്ടത്തിൽ അയച്ചു. ഒന്ന്, നിന്നെ രക്ഷിക്കാൻ വേണ്ടി നാട്ടുകാരെ അയച്ചു. രണ്ടാമത്, നിന്നെ രക്ഷിക്കാൻ വേണ്ടി വഞ്ചിയും കൊണ്ട് ആൾക്കാരെ അയച്ചു. മൂന്നാമത്, ഹെലികോപ്റ്ററിൽ അയച്ചു. ഇത് 3 ശരിയാണ്. അതിൻ്റെ ഫലം ഇങ്ങനെ ചോദിക്കേണ്ടി വരും. അപ്പോൾ ആ തരത്തിലുള്ള ഭക്തിയല്ല വേണ്ടത്, വിശ്വാസമല്ല വേണ്ടത്. മറിച്ച് ഒരു കപ്പലിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. ആ ക്യാപ്റ്റനും ഭാര്യയും കൂടി ഒരു യാത്ര പുറപ്പെട്ടു. അതിൽ കൂടെ ക്യാപ്റ്റൻ്റെ കൂടെ ഭാര്യ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ട്. കപ്പൽ കൊടുങ്കാറ്റിൽ. അപ്പോൾ കൊടുങ്കാറ്റിൽപ്പെട്ടപ്പോൾ എല്ലാവർക്കും വേദനയും വിഷമവും പ്രയാസവും ഒക്കെ ആയി കരയാൻ തുടങ്ങി. അതിഭയങ്കരമായ കൊടുങ്കാറ്റ്. പക്ഷേ ക്യാപ്റ്റന് മാത്രം യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഭാര്യ ചോദിച്ചു, എന്താണ് അമ്മയ്ക്ക് യാതൊരു പേടിയില്ലാത്തത്? അപ്പോൾ അദ്ദേഹം ഉടനെ ഒരു കത്തിയെടുത്ത് ഭാര്യയെ കുത്താൻ വേണ്ടി. അപ്പോൾ ഭാര്യ അങ്ങനെ തോന്നുന്നു. അപ്പോൾ എന്താ നിങ്ങളെന്താ ഭയം? നിങ്ങൾ എന്നെ കൊല്ലില്ല എന്ന് എനിക്കറിയാം. കാരണം എന്താണ്? നിങ്ങൾ എൻ്റെ വേൽവിഷമാണ്, നിങ്ങൾ എന്നെ നന്മ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കപ്പൽ ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവം എൻ്റെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. ഇനി ഈ കപ്പൽ മുങ്ങണമെന്നാണ്, ഞാൻ മരിച്ചു പോകണമെന്നാണ് ദൈവത്തിൻ്റെ നിശ്ചയമെങ്കിൽ അതെനിക്ക് നല്ലൊരു ജീവിതം തരാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. ആ തരത്തിലുള്ള വിശ്വാസം നമുക്ക് വേണം. അതാണ് വിശ്വാസം. ദൈവത്തിൽ വിശ്വാസം വേണമെന്ന് പറയുന്നത്. അതാണ് 3-ാമത്തെ കാര്യം. 4-ാമത്തത് പെട്ടെന്ന് പറയാം. ഓൾവേസ് ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തിലുള്ള ഓക്സിജനും ദൈവം തന്നതാണ്, അല്ലാതെ നമ്മുടെ ആരുടേതല്ല. ഓരോ നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും ദൈവത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. പിന്നെ 5-ാമത്തത്, നമ്മൾക്ക് ലളിതാമ്മ ഒരു വീട്ടിൽ താമസിക്കുന്നു. ആരുടെ വീടാ? ലളിതാമ്മയുടെ വീടാ. ഇവിടെ പറയുന്നത് അത് ദൈവം തന്നെ വീടാണ്, ഗുരുവിൻ്റെ വീടാണ്. പ്രൊപ്പറേറ്റർഷിപ്പ്, അതായത് എൻ്റേതാണ് എന്നുള്ള ചിന്ത ഒഴിവാക്കുക. എൻ്റെ വീട്, എൻ്റെ ഭൂമി, എൻ്റെ പൈസ, എൻ്റെ കാറ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ആളെ വേറൊരാളുടേതാവുന്നതാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാകും. എന്ന് വെച്ചാൽ അത് വിട്ടുകൊടുക്കണമെന്നല്ല പറയുന്നത്. ആ ഒരു ബോധം, പ്രൊപ്പറേറ്റർഷിപ്പ്, അത് എൻ്റേതാണ് എന്നുള്ള ചിന്താഗതി ഇല്ലാതില്ല. അത് ദൈവം തന്നതാണ്, അത് ദൈവത്തിൻ്റെതാണെന്ന് ചിന്തിക്കാറുള്ളത്. 6-ാമത്തത്, അപ്പോൾ അതിന് അവിടെ ഒരു കഥയും ഞാൻ പറയുന്നില്ല, സമയം വരുമ്പോൾ. 6-ാമത്, ഗിവ് ദ പ്രൈഡ് ഓഫ് ഹാവിങ് സറണ്ടർ. അതായത് നമ്മൾ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്നു, സറണ്ടർ ചെയ്തിരിക്കുന്നു, ഞാൻ ദൈവത്തിലാണ് എന്ന് വിചാരിക്കുക. പക്ഷെ ആ വിചാരം ഒഴിവാക്കുക. അപ്പൊ ഇതാണ് 6 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ 6 കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ദൈവത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ചെയ്യാൻ പറ്റുമോ? മഹാബലി വരുന്നത് കാണാറുണ്ട്. മോളുടെ അറ്റത്ത് കിട്ടി പടകിട്ടിരിക്കണം. അല്ല, പ്രയാസത്തിനൊന്നല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പ്രയാസമുണ്ട്. കാരണം ഇതൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഒന്നിനൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഞാനെന്ന ഭാവം ഒഴിവാക്കുക, ദൈവത്തിനെ കൂടുതൽ വിശ്വസിക്കുക, എൻ്റേതല്ല എന്ന് തോന്നാതിരിക്കുക, അത് ചെയ്യുന്നത് അത് തന്നെ. അതൊക്കെ ചെയ്യാൻ പറ്റുന്നതല്ലേ. ഇതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. ഞാൻ അതിൽ കേൾക്കുന്നില്ല. ഇപ്പം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. മറ്റു കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി സ്വാമിയോടേക്ക്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഇന്ന് മുതൽ തന്നെ പ്രാർത്ഥനാലയത്തിന് വേണ്ടിയിട്ടുള്ള സമർപ്പണം ഒരുപാട് ആൾക്കാർ സമർപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് ആൾക്കാർ സമർപ്പിച്ചു. ഞാൻ ഒരുപാട് ആൾക്കാർ വലിയ വലിയ പൈസ തരുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് വലിയ പൈസ തരണ്ട, നിങ്ങൾക്ക് ചെറിയ പൈസ മതി.
5 പൈസ തന്നാൽ നമ്മളത് വേറെ ഉപയോഗിക്കും. പക്ഷെ മാർബിളിന് എല്ലാവരുടെയും പൈസ വേണം. അപ്പോൾ അത് എല്ലാവരും ഒരു സ്ക്വയർ ഫീറ്റാണ്, ഒരു സ്ക്വയർ ഫീറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ഒരു സ്ക്വയർ ഫീറ്റിന് 150 രൂപയാണ് ചിലവാകുന്നത്. ഒരു സ്ക്വയർ ഫീറ്റാണ് അത് കഴിയുന്നത് നിർബന്ധമായും സമർപ്പിക്കുക. എല്ലാവർക്കും ആ ഒരു കർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഗുരുവിൻ്റെ നിരന്തര കാര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിലെ ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അടുത്ത് ആരാണ് അനുഭവം കഴിഞ്ഞ ഉടനെ അടുത്തതായി അനുഭവം പങ്കുവെക്കുന്നതിന് കുട്ടികൾക്കത് കൊടുക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. സർവീസ്